CPIM-നുള്ളിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ പാർട്ടിക്കുള്ളിൽ കൃത്യമായി വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ചും പാർട്ടിയെ രണ്ട് തട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ആർ നാസറിന് പ്രത്യേക താല്പര്യമായിരുന്നു എന്നുള്ളത് വ്യക്തം. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ആർ നാസർ കളിച്ച കളിയെല്ലാം വലിയ തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് വ്യക്തം. ജി സുധാകരനെയും അതുപോലെ പ്രതിഭ ഹരിയുമൊക്കെ തഴഞ്ഞുകൊണ്ടുള്ള ആർ നാസറിൻ്റെ നീക്കം വാസ്തവത്തിൽ പ്രീണനത്തിന് വേണ്ടിയുള്ള, അതായത് വർഗീയ പ്രീണനത്തിന് വേണ്ടിയുള്ള, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള കളിയായിരുന്നു എന്ന് വ്യക്തം. SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ സ്തുതിക്കുന്ന രീതിയിലുള്ള നീക്കമായിരുന്നു ആർ നാസറും എച്ച് സലാമും അതുപോലെ തന്നെ AM ആരിഫും ഒക്കെ എടുത്തിരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ CPIM പലയിടങ്ങളിലും 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ 3-ാം സ്ഥാനത്തേക്ക് പോകുമായിരുന്ന തരത്തിലേക്കാണ് അവിടെ CPIM-ന്റെ അതിദയനീയമായ പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്നത്. CPIM-ന്റെ കനൽ ഒരു തരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട AM ആരിഫ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനോട് അമ്പേ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല പല മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്തെത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജി സുധാകരൻ നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പാർട്ടിയിൽ കടന്നുകൂടിയിട്ടുള്ള പലരും അവർ ശരിക്കും പുഴുക്കുത്തുകൾ തന്നെയാണ്. അവർ പാർട്ടിയുടെ ഹിതം ആഗ്രഹിക്കുന്നവരല്ല. താനടക്കമുള്ള നിരവധിയായ നേതാക്കളെ ഒതുക്കിക്കളഞ്ഞു എന്നുള്ള അഹങ്കാരം അവർക്കുണ്ട്. ജി സുധാകരൻ, തോമസ് ഐസക്കുമൊക്കെ ആലപ്പുഴ ജില്ലയിൽ വലിയ രീതിയിൽ ആധിപത്യത്തോടുകൂടി CPIM-നെ കെട്ടിപ്പടുത്ത ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ മറഞ്ഞു. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമായി MLA-മാരായിരുന്നവരാണ് ജി സുധാകരനും തോമസ് ഐസക്കുമൊക്കെ. അവരെ പടിയടച്ച് പിണ്ടം വെച്ചു എന്ന രീതിയിലാണ് അഹങ്കരിച്ചുകൊണ്ട് ചിത്തരഞ്ജനും എച്ച് സലാമും ഒക്കെ നടക്കുന്നത്. ഇവരെയൊന്നും പൊതുയോഗങ്ങളിൽ വിളിക്കാറില്ല, അവരെ ആരെയും കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ള രീതിയിലേക്കാണ്. വാസ്തവത്തിൽ ആർ നാസറിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ജി സുധാകരനിൽ നിന്ന് തന്നെയാണ്. കാരണം ആർ നാസറിന് പാർട്ടിയുടെ ചരിത്രം എന്താണെന്ന് പോലും അറിയില്ല എന്ന് പ്രതിഭ ഹരി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, നിരവധിയായ സംഘടനകൾ ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണമാകുന്നത് പ്രതിഭ ഹരിയുടെ തുറന്ന പറച്ചിൽ തന്നെയാണ്. ഈ പാർട്ടി സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുതുതായി കടന്നു വരുന്നവർക്കും ഒരു രീതിയിലും പ്രോത്സാഹനം നൽകിയല്ല, മറിച്ച് അവരെ തേജോവധം ചെയ്യാനും അവർക്കെതിരെയുള്ള പടനീക്കത്തിനും തയ്യാറായി നിൽക്കുന്നവരാണ്. ഇതിനകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാരുമില്ല എന്നുള്ള രീതിയിലുള്ള തുറന്ന പറച്ചിലാണ് പ്രതിഭ ഹരി നടത്തിയിരിക്കുന്നത്. ഈ ഒരൊറ്റ കാരണം മതി CPIM-ന്റെ ഇപ്പോഴത്തെ ഗതികെട്ട ജീർണിതമായ അവസ്ഥയെ കൃത്യമായി പറയാൻ. അതിന് ഭരണവിരുദ്ധ വികാരമോ ഒന്നും തന്നെ വേണമെന്നില്ല. ആ രീതിയിലേക്കാണ് CPIM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നിലംപരിശാകുന്നത്.